എന്റെ അമ്മേ, ഈ ദാരിദ്ര്യത്തിന്റെ ഇടയിൽ ഞാൻ പെണ്ണ് കെട്ടാന്ന് പറഞ്ഞാ അത് ശരിയാകത്തില്ല അമ്മച്ചി. ചെറുക്കം പറയുന്നതിലും കാര്യമുണ്ട് എന്നെ കുഞ്ഞെ. നിങ്ങളൊന്നും മിണ്ടാതിരിക്ക എന്റെ മനുഷ്യ. വേലയും കൂലിയും ഇല്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പാടില്ലാന്ന് നിങ്ങളുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ ഉണ്ടില്ലെങ്കിലും അവളെ കൂട്ടണം, നീ ഉടുത്തില്ലെങ്കിലും അവൾ കുടുക്കാൻ കൊടുക്കണം, അങ്ങനെ പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതേ ഈ പെണ്ണിന്റെ കാര്യമല്ല. അത് ഉടുക്കാൻ വകയില്ലാത്ത, ഉണ്ണാൻ വഴിയില്ലാത്ത പെൺപിള്ളേരുടെ കാര്യമാ. ഇത് അങ്ങനത്തെ പെണ്ണല്ല, കുട്ടിക്കാലത്തുള്ള വർക്കിച്ചന്റെ മോളാ. അത് തന്നെയാ എന്നെ കുഞ്ഞെ ഞാൻ പറയണേ, തന്നിൽ എളിയ ബന്ധം മതീന്ന്. എന്റെ അപ്പം തന്നിലെളിയ ബന്ധത്തിന് പോയതാ ഞാൻ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ആ സ്ഥിതി ഏതായാലും എന്റെ മക്കൾക്ക് വരാൻ ഞാൻ സമ്മതിക്കയില്ല. അമ്മച്ചി എന്തിനാ അപ്പൻ അതും ഇതൊക്കെ പറയുന്നേ? നീ പോയി കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ആ വണ്ടി നമ്മുടെ കൈ കിട്ടിയ എന്തെല്ലാം പ്രയോജനം ഉണ്ടടാ കുഞ്ഞെ. ഒന്നുമില്ലെങ്കിലും കൂലിക്ക് ഓടാൻ പോയാ പോരെ. പിന്നെ ദേ അവര് കുറച്ച് കാശും തരും. മുതലാളി നാളെ തല്ലി ഇറക്കി വിട്ടാ കിടക്കാനൊരിടം വേണ്ടായടാ കുഞ്ഞെ. ഈ പ്രായമായ പെങ്കൊച്ചിനെയും കൊണ്ട് നിന്റെ തന്തയുടെ കുണവതിയാരെയും കേട്ടോണ്ട് എങ്ങോട്ടിറങ്ങി പോവാനാ? അയാൾക്ക് വല്ല കുരിശുപള്ളിയുടെയും ചവിട്ടിപ്പോയി കിടക്കാം. നമ്മക്ക് പെര അറിഞ്ഞിരിക്കുന്ന ഈ പെങ്കൊച്ചിനെയും കൊണ്ട് അങ്ങനെ പോയി കിടക്കാൻ പറ്റൂ? നീയൊന്ന് ആലോചിച്ചു നോക്ക്. നല്ല ബുദ്ധി തോന്നണേന്ന് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കും. ഇങ്ങോട്ട് തന്നെ. പിന്നെ സമയം അങ്ങ് പോകുന്നു. എനിക്കിത് കഴിഞ്ഞിട്ട് 2 പെണ്ണ് കാണുകളുള്ളതാ. ഒന്ന് നീണ്ടൂര്, മറ്റേ നമ്മൾ പാമ്പാടി. അന്ന് വേഗട്ടെ വേഗട്ടെ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തീർത്ത് പറ, ഇല്ലെങ്കിൽ വേണ്ട ആളെ വിടി. 74 മോഡൽ ആവുമ്പോ ഒരുപാട് ഓടി പദം വന്നായിരിക്കും. പിന്നെ ഇത്രയും നാള് കട്ടപ്പുറത്തിരിക്കല്ലായിരുന്നു. ഇത് ഞാൻ അവിടെ ഇവിടെയും പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുള്ളതാണ്. 24 മണിക്കൂർ ഓട്ടം തന്നെ, രാപ്പകൽ ഓട്ടം തന്നെ. ഇതിപ്പോ ആകെ അലവലാലിയായി കാണും. എടോ എവിടെ അലവലാതിയാ? നല്ല കിളി കിളി പോലത്തെ സാധനല്ലേ ആ പെണ്ണ്. എന്റെ പൊന്ന് മരങ്ങോടൻ ചേട്ടാ, എന്റെ പൊന്ന് ദേവസ്യ ചേട്ടാ, വിരോധമൊന്നും വിചാരിക്കരുത്. ഞങ്ങൾ 3 പേരും കൂടെ ചെന്നൊരു ട്രയൽ റൺ നടത്താതെ ഒന്നും പറയാൻ പറ്റില്ല. നീ പോയ ടൂൾസ് ഒക്കെ എടുക്കടാ. അതെ, സാധനം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ മതിയല്ലോ. അല്ല, അതിപ്പോ പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴേ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പെണ്ണിന്റെ അപ്പ സമ്മതിക്കോ? അപ്പ സമ്മതിച്ചെന്നിരിക്കട്ടെ, അമ്മച്ചി സമ്മതിക്കോ? അമ്മച്ചി അപ്പൻ സമ്മതിച്ചാൽ തന്നെ പെണ്ണ് സമ്മതിക്കോ? ആഹാ, അങ്ങനെ സമ്മതിക്കാത്ത പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ടടോ. ഞാൻ കാത്തിരിക്കായിരുന്നു. അല്ല, ഞങ്ങൾ വരാൻ വഴിയോ? ഏയ്, അവിടുന്ന് ഓടി എത്തണ്ടേ? ഞങ്ങൾ കാറിലാ വന്നത്. ഇതാണ് പത്രോസ് കുട്ടി. നമസ്തേ. ഇത് പെണ്ണിന്റെ അപ്പൻ. അല്ല, അപ്പൊ സാധനം ഇവിടെ? സാധനം ഇവരാരാ? മെക്കാനിക്കുകളാ, എന്റെ ഫ്രണ്ട്സാ. എന്റെ പേര് മത്തായി. അല്ല, ഞാനാ മത്തായി. അപ്പൊ ഞാൻ മമ്മദ്. അകത്തിരിക്കാം. ആഹാ, പെരക്കകത്താണല്ലേ സാധനം. ഒരാവശ്യം പറയരുത്. അയ്യോ, തെറ്റിദ്ധരിക്കരുത്. സാധനം ഒന്നും ഉദ്ദേശിച്ചത് ഒരു വണ്ടിയാ. ഓ, ടെമ്പോ. ഈ സാധനം എന്നൊക്കെ പറഞ്ഞപ്പോ അതാ ഷെട്ടിലുണ്ട്. ഇതെന്താണ് വെട്ടും കുത്തും? ഇതെന്താ? കണ്ണാടി കൊള്ളാം. ഫോണിന്റെ പോയിന്റ് പോയി കിടക്കണേട്ടാ. ഒരു ഷേപ്പ് ഇല്ലാത്ത വണ്ടി. ഇത് കൊണ്ടുവരുന്ന നമ്മളെ ഷേപ്പ് മാറുമെന്നാണ് തോന്നുന്നത്. എടി പെണ്ണെ, എഴുന്നേറ്റിന്ന് മോഹമൊക്കെ ഒന്ന് കഴിയാൻ. അവരെന്നെ കാണാനേ വന്നെന്ന് തോന്നുന്നില്ല. കാണാനുള്ള സാധനം അവര് കാണുന്നുണ്ട്. പണിഞ്ഞാ നന്നാവും. പണിഞ്ഞെടുക്കണം. തന്നതായിരുന്നെങ്കിൽ പണിഞ്ഞാ മതി. അല്ല, ഞാനും കൂടാ. എന്തായാലും ഇപ്പൊ നമ്മളെ കിട്ടുമ്പോ എല്ലാം തെളിഞ്ഞു കിട്ടും. നമ്മള് പണിയുന്ന പോലെ ഇരിക്കും ഓരോന്ന്. ഇവര് പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ശരിക്കും ലോഡ് കയറിയിട്ടുള്ള വണ്ടിയാണ്. അത് ശരിയാ, ശരിക്കും ലോഡ് കയറിയിട്ടുള്ള വണ്ടി. ഈ ചടാക്ക് സാധനം കിളവൻ ആശാന്റെ പെട്ടിലേക്ക് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടാ. ഇവൻ മരുന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എല്ലാ ലക്ഷണമുണ്ട്. വർക്കിച്ച അലമ്പാക്കല്ലേ, കുറച്ചുകൂടി ഡീസന്റ് ആവീൻ. ഹൗസിങ്ങിന് ഒരു ചെറിയ തള്ളിച്ചുണ്ട്. നമുക്കൊന്ന് ട്രെയിൽ നോക്കിയാലോ? നോക്കാം. അതിന് അവര് സമ്മതിക്കോ? സമ്മതിച്ചില്ല നമുക്ക് പറ്റില്ല എന്ന് പറയണം. അതെ. അല്ല,
അകത്ത് വന്നിരുന്ന് ഇത്തിരി ചായ കാപ്പിയോ പറ്റോ? ചായയും കാപ്പിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഞാനേ ഹൗസിംഗ് ഒന്ന് നോക്കട്ടെ. ഹൗസിംഗ് ഒക്കെ പിന്നെ നോക്കാലോ. അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ നോക്കണം. പിന്നെ അവസാനം വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് ഹൗസിംഗ് ഇല്ല അതില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിക്കും. എന്നാലും വണ്ടി മാത്രമല്ലോ പ്രധാന ചടങ്ങ്. അതൊക്കെ ഇവര് നോക്കട്ടെ. കുഞ്ഞുനാത്തേക്ക് വാ. ശരിയാ. ടയർ 4 നോക്കണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആശം പോയി ചായയും പലഹാരവും കഴിച്ചിട്ട് വരണം. പോയിട്ട്. വാ. ആ. ആ ഒരു പണി ചെയ്യാം, ഞാനും പോയി കാപ്പി കുടിച്ചിട്ട് വരാം. അതെങ്ങാനും താഴെ വേണം എന്റെ കഴുത്തറ്റു മാറ്റിപ്പിടി. ദാ, 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 ദാ. ഇങ്ങോട്ട് കൊടുക്കുമോളെ. ആ. വെടിക്കണം. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഓ, തനിച്ചിരുന്ന് വല്ലതും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതെ. അതൊക്കെ പിന്നെ ഇനി ആകാലോ. എന്തെങ്കിലും വാടോ. സംസാരിക്കേ. ഇങ്ങനെ മുണ്ടാണ്ടിരുന്നാലോ അല്ലേ? ഇത് ഞാൻ എവിടെ നിന്നാണ് ആ ഊരിയെടുത്തത്? ഇനി എവിടെ ഫിറ്റ് ചെയ്യും? ഞാനിവിടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. കുറ്റ്യാടി ചെറിയ പള്ളിയിലെ കഴിഞ്ഞ പെരുന്നാളിന് മിശിഹാചരിത്രം നാടകം അവതരിപ്പിച്ചത് എന്റെ ട്രൂപ്പാ. ഞാനായിരുന്നു മിശിക. പെരുന്നാളിൽ വന്നില്ലായിരുന്നോ? ഇല്ല. ആ, നല്ല ചായ. ഞാനിറങ്ങുക. അല്ല, ഒന്നും പറഞ്ഞില്ല. ആശാനെ, അത് പിന്നെ ആശാനെ, മൊത്തത്തിൽ വണ്ടി വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മൊത്തത്തിൽ പെണ്ണ് വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കേ. എന്താ എന്താ ഇത്? അതെ, ഈ വണ്ടിപ്പൂതിയുള്ള പിള്ളേരാ, അതുകൊണ്ടാ ഇങ്ങനെ. ഓക്കേ, ഫൈൻ. നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. നീയോ? ഇല്ല. പക്ഷെ എനിക്ക് സംസാരിക്കണം. എനിക്ക് ആ മനുഷ്യനോട് എല്ലാം തുറന്നു പറയണം. കുടുംബം മുടിക്കാനുണ്ടായ തന്തയ്ക്ക് പറക്കാത്തോള് കൊന്നുകളയും നിന്നെ ഞാൻ. അവളുടെ അമ്മയുടെ സംസാരിച്ചൊക്കെ മതിയടി. ഒന്ന് പതുക്കെ ആള്. മോളെ, മോളെ അകത്ത് പോ. ആ, പോ മോളെ. വാ മോളെ. ആ, പോ. ആ, ആ. പിന്നെ അവന് ബോധിച്ച മട്ട പറഞ്ഞിരിച്ചിരി കൂടുതൽ കൊടുത്തേ. എന്നാലും എന്റെ മരങ്ങോടാ, കാശിന് വേണ്ടി മാത്രം എന്റെ പെണ്ണിനെ അതൊക്കെ നോക്കിയ പെണ്ണ് ഇവിടെ കിടക്കും. 5, 10, 20 കൂടുതൽ കൊടുത്തേക്കാം. ഇത് നടക്കുവോ? നടക്കും. ഞാനിത് നടത്തിക്കും. ആ, എന്റെ ക്ലച്ചിന്റെ കേബിളല്ലേ ഇത്? കാണണ്ട. മമ്മതെ നട്ടി പിടിച്ച ബോൾട്ടും കൂടെ ഇളകി വരുന്നല്ലോ. ഇത് ആക്രി ഇടപാട് തന്നെ. ഇത് ഓടനാരും സംശയം തന്നെ. മോനെ പത്രോസൂട്ടിയേ. അയ്യേ, ആ ഉടുപ്പൊക്കെ ഒന്ന് മാറാൻ മേലായിരുന്നോ? അപ്പടി അഴുക്കായില്ലോ. ഓ, ഇനിയിപ്പോ എന്നാത്തിനാ? ആകെ ഒരു കല്യാണം ഉള്ളത് കഴിഞ്ഞില്ലേ? ആകെ ഒരു കല്യാണമുള്ളൂ അവിടെ തീർത്തു പറയാനൊക്കോ? ജീവിതം അവൻ 2, 3 കല്യാണമൊക്കെ കഴിച്ചെന്നിരിക്കും. അതിലൊന്നും ഒരു തെറ്റുമില്ല. അതാണ് അതിന്റെ ശരി എന്നാ? എന്ന് അവൻ പറയും, പക്ഷെ ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഈ കളിതമാശ വളച്ചിലും ഒക്കെ നിർത്തി വേഗം വണ്ടി പണിയാൻ നോക്ക്. വെളുപ്പിനെ മുതലാളിയെ പോയി കാണാനുള്ളതാ. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിപ്പോ നാളെ തന്നെ പോണോ? കല്യാണത്തിന്റെ ക്ഷീണം ഒരു കാണത്തില്ല. ക്ഷീണവും ഇല്ല, നാളെ തന്നെ പോണം. നിങ്ങൾ ഇവിടെ ഇരുന്ന പണി തീർത്തിട്ട് പോയാ മതി കേട്ടോ. മോനെ, ഇവന്മാര് പണിഞ്ഞ് തീരുന്നിടം വരെ നീ ഇവിടെ ഇരിക്കണം. അല്ലെങ്കിൽ തിമ്മന്മാര് പണിയത്തില്ല, കടന്ന് ഉറങ്ങിക്കളയും. അവിടെ ഇരുന്ന് പണിയിടാ. ഇച്ചാനെ വിളിക്കട്ടെ? ഇച്ചാന്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ? എന്നാ അടി അവിടെ? ഇച്ചാനെ ഇങ്ങോട്ട് വിളിച്ചാ മതി. വേണ്ട, കൊച്ചു കിടന്നു. അവൻ ഇനി എന്നും ഇവിടെ തന്നെ അല്ലേ ഉള്ളത്? നാളെ വെളുപ്പിന് ഈ വണ്ടിയും കൊണ്ട് മുതലാളിയെ കാണിക്കാൻ പോകാനുള്ളതാ. ചിലപ്പോ കൊച്ചിക്ക് ചരക്ക് കയറ്റുന്ന ഒരു ഇടപാട് കിട്ടിയേക്കും. അപ്പൊ വണ്ടി റെഡിയായില്ലെങ്കിൽ ആകെ കുഴയത്തില്ലയോ? മോള് കിടന്നോ? നടക്കടി. അമ്മച്ചി ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ആ ചേച്ചിക്ക് എന്ത് വിഷമായി കാണും? എന്റെ ശരിയും ശരികേടും ഞാൻ നോക്കിക്കോളാം. മറ്റുള്ളവരുടെ വിഷമം ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. അവിടെ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു പുണ്യാളത്തി. ആശാന് പോണമെങ്കിൽ പൊയ്ക്കോ. ഓ, എന്നാത്ര? അതൊക്കെ ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അല്ലെങ്കിലേ പണി തീരാറാവുമ്പോ എന്നെ വിളിച്ചാൽ മതി. അത് ഞാൻ വിളിച്ചോളാം. എന്തോന്നു പേടിപ്പിക്കുന്നു? ആര് പേടിപ്പിച്ചു? നീ ഇതെങ്ങോട്ടാ? ഞാനിത്തിരി വെള്ളം കുടിക്കാം. വെള്ളം ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം.
നീ അവിടെ പോയി ഇരിയടാ, ഇല്ല അവന്മാരെ എഴുന്നേറ്റങ്ങ് പോകും. പോ 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 പോ, ഞാൻ കൊണ്ടുവരാം.